കോൺഗ്രസിന് ഒരു കോട്ടവും തട്ടില്ല. ഒരുത്തനെ കൊണ്ടും ഈ പാർട്ടിക്ക് ഒരു ദോഷവും വരുത്താൻ പറ്റില്ല. അത് ഈ പാർട്ടിയുടെ ശക്തിയാണ്. ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണത്. രാഹുലിനെ 24 മണിക്കൂർ കൊണ്ട് പുറത്താക്കി കഥ കടക്കുക എന്നത് ഒരാളോടും ചോദിച്ചിട്ടല്ല. ഞങ്ങൾ നേതാക്കൾ പല ജില്ലകളിലാണ്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ ബോധ്യത്തിൽ നിന്നാണ് എടുത്തത്. അത് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ഇന്ന് വി.ഡി. സതീശൻ ശക്തമായി തന്നെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ മാങ്കൂട്ടം വിഷയത്തിൽ സതീശൻ എടുത്ത നിലപാടിനോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയ വല്ലാതെ നിലയുറപ്പിച്ച് കൈയടിക്കുന്നുണ്ട്. കാരണം അത്ര ക്ലിയർ ആയി സതീശൻ മറുപടി കൊടുക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിന് ഉതകാത്ത കുറെ മസാല ചോദ്യങ്ങൾ, അതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കണമെന്നാണ് സതീശൻ കാണിച്ചു കൊടുക്കുന്നത്. ശബരിമലയിലെ കൊള്ള വിഷയം ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോണം, അതിനുവേണ്ടിയാണ് CPM അത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് റേപ്പ് കേസിലെ ഒരു പ്രതി നിൽക്കുകയാണ്. റേപ്പ് കേസിലെ പ്രതിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് CPM ഈ വലിയ വർത്തമാനം പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നടപടി എടുത്തില്ല, ഒരു രാഷ്ട്രീയമായ ഒരു നടപടിയും എടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തതിന് 2 പേരും ജയിലിലാണ്. ആ കൂട്ടർ ഇനി അധികം ചോദ്യവുമായി വരണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയാണ് സതീശൻ നൽകുന്നത്. ഒരു മാങ്കൂട്ടത്തിലിന്റെ കേസ് പൊക്കിപ്പിടിച്ച് കോൺഗ്രസിനെ 2026 കാണിക്കില്ല എന്ന വാശി CPM-നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് സതീശൻ കട്ടായം പറയുന്നത്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്. എങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സവും പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. അല്ലല്ല, CPM ഇത് ചെയ്യുന്നത് ശബരിമലയിലെ കൊള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോണം, അതിനുവേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് റേപ്പ് കേസിലൊരു പ്രതി നിൽക്കുകയാണ് കൂടെ. റേപ്പ് കേസിലെ പ്രതി കൂടെ നിർത്തിക്കൊണ്ടാണ് CPM ഈ വലിയ വർത്തമാനം പറയുന്നത്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു നടപടി എടുത്തില്ല, ഒരു രാഷ്ട്രീയമായ ഒരു നടപടി എടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തതിന് 2 പേര് ജയിലിലാണ്, ഒരു നടപടി എടുത്തില്ല. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് CPM. അതുപോലാണോ കോൺഗ്രസ് കേരളത്തിലെ? ആണോ? നിങ്ങൾ പറ. അല്ലല്ല, അതൊക്കെ ഞങ്ങൾ സംസാരിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും വിവിധ ജില്ലകളിലാണ്, മനസ്സിലായി? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ ജില്ലകളിലാണ്. ഞങ്ങൾ 10-12 ജില്ലകളിലായിട്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫേസാണ്. ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്, ഞങ്ങൾ സംസാരിച്ച് ഉചിതമായ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത്. ഒരു പരാതി പോലും ഇല്ലാതെ ബോധ്യങ്ങളിൽ, അല്ലേ? ഓരോ വാക്കും പറയുമ്പോൾ സൂക്ഷ പറയണത്. അതിനൊക്കെ ഇപ്പോഴാണ് വിലയുണ്ടാകുന്നത്. അതിനൊക്കെ പാർട്ടിക്ക് ഒരു പോറലും വരാതെ അതെ. അല്ല, ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് കമന്റ് പറയണത്? നടപടിയെടുത്തല്ലോ അന്ന് വന്നപ്പോ തന്നെ. പുതിയ കാര്യം വന്നു, പുതിയ കാര്യം വരുമ്പോ പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെ തൊടാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടാവില്ല. ആളുകൾ കോൺഗ്രസിനെയും CPM-നെയും തമ്മിൽ കമ്പയർ ചെയ്യും, താരതമ്യപ്പെടുത്തും. എത്രയോ പേരുടെ പരാതിയാണ് ആ AKG സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട്. പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത്, അല്ലേ? പരാതി അതൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക്. പോലീസിലൊന്നും കൊടുത്തിട്ടില്ലല്ല. ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളത് അന്തസ്സായി ചെയ്തു. നിയമത്തിനെ അനുസരിച്ചു ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു, അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു, ഒരു നടപടിയില്ല. അതല്ലേ ആളുകൾ ചോദിക്കുള്ളൂ, അതല്ലേ ആളുകൾ ആലോചിക്കുള്ളൂ. ആളുകൾ കോൺഗ്രസിനെയും CPM-നെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും. ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി